5 മാസമായി തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെതിരായും ഈ ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നത്. കാരണം സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. മരുന്ന് മേടിക്കാൻ പണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ ഭിന്നശേഷിക്കാരായ ആളുകൾ, വിധവകൾ, അഗതികൾ, പ്രായമായ വൃദ്ധരായ ആളുകൾ ഇവരെല്ലാവരും പ്രയാസപ്പെടുകയാണ്. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാരിന്റെ മുൻഗണനയിൽ ഈ 5 മാസം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് പരിഹരിക്കണമെന്നുള്ളൊരു നിലപാടില്ല. അവരിപ്പോഴും കേരളീയത്തെക്കുറിച്ചും നവകേരള സദസ്സിനെക്കുറിച്ചും സംസാരിക്കുകയാണ്. സർക്കാരിന്റെ മുൻഗണന ആർഭാടവും ധൂർത്തുമാണ്. പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു പോവുകയാണ്. ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനിയും ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ഒരു പ്രതിസന്ധി പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരിക്കുന്നു. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നിട്ട് പഴയ കാര്യങ്ങൾ പറയുകയാണ്. അതും ഞങ്ങൾ വളരെ കൃത്യമായ മറുപടി കൊടുത്തു. ഇവർ കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ്. അത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ തെളിവുകൾ നിരത്തി ഇന്ന് നിയമസഭയിൽ PC വിശ്വനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഞങ്ങൾ പറഞ്ഞു. ഈ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ മറുപടിയിലൂടെ 2014 നവംബർ ഡിസംബർ മാസത്തിലും 2015 ജനുവരി മാസത്തിലുമാണ് 3 മാസമാണ് ഇത് മുടങ്ങിയത്. അതെന്തുകൊണ്ടാണ് മുടങ്ങാൻ കാര്യം? അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആക്കി അത് മാറ്റിയപ്പോഴുണ്ടായ സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു. ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം കൊടുക്കാൻ പറ്റിയില്ല, സാങ്കേതിക തകരാറുണ്ട്. അല്ലാതെ 1 മാസത്തെ പെൻഷൻ പോലും ആ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്ന് ഈ സർക്കാരിലെ മന്ത്രിമാർ തന്ന തെളിവുകളും 2016 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ പുറത്തിറക്കിയ ധവളപത്രവും പിന്നീട് ഐസക് തന്നെ നൽകിയ മറുപടികളും കൊണ്ട് കൃത്യമായി വ്യക്തമാക്കി. അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി ഒരു നറേറ്റീവ്, ഒരു പച്ചക്കള്ളം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം മുടങ്ങിയത് എന്ന് കേരളം മുഴുവൻ വ്യാപകമായി ഗീബൽസിയൻ രീതിയിൽ പ്രചരണം നടത്തിയത് ഒളിഞ്ഞു പാളീസായി. ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണ്? ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണ്? സർക്കാരിന്റെ മുൻഗണന ഏതാണ്? പ്രയോറിറ്റി ഏതാണ്? പാവപ്പെട്ട 50 ലക്ഷം പേർക്ക് മുടങ്ങിക്കിടക്കുന്ന 5 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കുകയാണോ? കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കാനില്ല, അത് കൊടുക്കുകയാണോ? അതോ ഈ തുലാവർഷക്കാലത്ത് ഇവിടെ മഴ പെയ്ത് കിടക്കുമ്പോൾ കേരളീയം നടത്തി, നവകേരള സദസ് നടത്തിയും ആ 60 ലക്ഷം രൂപയുടെ സ്റ്റേജായിട്ട് പൈസയില്ലാത്ത സർക്കാർ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി വിശ്വനാഥോടെ സൂചിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ ധൂർത്തിനും അഴിമതിക്കും കയ്യിൽ പണമുള്ള സർക്കാരിന്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത്. മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. കാരണം ഇത് കേരളത്തിലെ 50 ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിനൊരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത്. അവർക്കത് നേടിയെടുക്കുന്നത് വരെ, അവർക്ക് ആ പെൻഷൻ കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.